എന്താ ഇതിങ്ങനെ ഒലിക്കല്ലേ തേലിങ്ങനെ കുളിച്ച് നിൽക്കാണ്. സംഗതി ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ്, അതിന്റെ വെറൈറ്റി ആയിട്ടുള്ള ടേസ്റ്റും. നമ്മൾ ഈവനിങ് സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ആൾക്കാർ പറയാറുണ്ട്, എണ്ണയിൽ വറുത്ത് കോരിയതാണല്ലേന്ന്. അപ്പം ഇന്ന് എണ്ണയിലൊന്നും വറുത്ത് കോരുന്നില്ല, നല്ല ആവിയിൽ വേവിച്ചെടുത്താലോ ഒരു ഈവനിങ് സ്നാക്സ്. നല്ല ടേസ്റ്റിയാണ്, നല്ല ഹെൽത്തിയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കല്ലേ. അപ്പോൾ നമ്മളെ ചിരളി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല ആവിയിൽ പുഴുങ്ങി വെച്ചിട്ടുള്ള ക്യാരറ്റും ഉണ്ട്, നേന്ത്രപ്പഴം ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിനെ നന്നായിട്ട് ഉടച്ചെടുക്കാം. പഴം ഉടയ്ക്കുമ്പോൾ അതിൻ്റെ ഇടയിലുള്ള ഈ ഒരു കറുത്ത നാരില്ലേ, കറുത്ത നാരല്ല, അതിൻ്റെ കുരുവാണ് ഇതിൻ്റെ ഉള്ളിലുള്ള, അത് നമുക്ക് മെല്ലെ അങ്ങോട്ട് ഒഴിവാക്കിയെടുക്കാം. ഉടയ്ക്കുമ്പോൾ ഇങ്ങനെ കാണുന്ന ഇങ്ങനെ കൈ കൊണ്ട് അങ്ങോട്ട് എടുത്തിട്ടാൽ മതി. പഴമൊക്കെ അത് ഏകദേശം ഉടഞ്ഞു കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ക്യാരറ്റിനെ ഇങ്ങനെ ഇടിമുട്ടി വെച്ച് ജസ്റ്റ് ഇങ്ങനെ കുത്തി കൊടുക്കാം. സ്പൂണുകൊണ്ടാക്കിയാൽ ചിലപ്പോഴേ സ്പൂണിന് പണി കിട്ടും. കാരണം പഴത്തിൻ്റെ അത്ര സോഫ്റ്റ് ആയിട്ട് ഇങ്ങോട്ട് വെന്തിട്ടില്ല നമ്മളെ ക്യാരറ്റ്. എന്നാൽ നന്നായിട്ട് വെന്തും ചെയ്തിട്ടുണ്ട് കണ്ടോ. 2 ക്യാരറ്റും ഒരു 3 പഴമാണ് കേട്ടോ ഞാൻ ഇതിനെടുത്തിട്ടുള്ളത്. അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരണം കൂട്ടേ കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. നമ്മുടെ വീട്ടിൽ എത്ര ആളാണുള്ളത് അതിനനുസരിച്ചൊക്കെ ചെയ്യാമല്ലോ. അപ്പോൾ ഇതാ ക്യാരറ്റും പഴവും നന്നായിട്ട് ഉടച്ചില്ലേ. ഇനി ഒന്നായിട്ട് അങ്ങോട്ട് മിക്സും കൂടി ചെയ്ത് വെക്കുക കേട്ടോ. അങ്ങനെ ഇതാ പഴം ക്യാരറ്റ് മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേറെ സംഭവം ചേർക്കണ്ടേ. ചേർക്കാനുള്ള എന്താ അറിയോ, ദാ റവയാണ് കേട്ടോ. ഇത് വറുക്കാത്ത റവയാണേ. വറുക്കാത്ത റവയായാലും വറുത്ത റവയായാലും കുഴപ്പമില്ല. കുറച്ച് ചേർത്തിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് കുഴച്ചെടുക്കണം നമുക്ക്. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്കായൻ്റെ പൊടി ഇടുകയാണേ. വീണ്ടും കുഴച്ചെടുക്കാം. കുറച്ചും കൂടി റവ കൂട്ടാട്ടോ. ഇങ്ങനെ കാണുമ്പോൾ തന്നെ വാരി തിന്നാൻ തോന്നുന്നില്ലേ. നല്ലൊരു മണമുണ്ട്. ഇത് പഴുത്ത പഴവും അതായത് പുഴുങ്ങിയതല്ലേ, ആ ഒരു പുഴുങ്ങിയ പഴത്തിൻ്റെ മണവും ഏലക്കായൻ്റെ വാസനയും കൂടി ഇങ്ങോട്ട് വരുമ്പോൾ പിന്നെ ഒരു പ്രത്യേക മണമല്ലേ. റവേന്റെ ഒരു ടെക്സ്ചറും അതിന്റെ ഒരു തരിതരിപ്പ് ഇങ്ങനെ കാണുമ്പോഴേ തിന്നാൻ തോന്നുക. തിന്നാ കുറച്ച് സമയം കൂടി ആവട്ടെ. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ആ പഴത്തിൻ്റെ കുറച്ച് കളയാൻ ബാക്കിയുള്ളത് അതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ ഇങ്ങനെ കുഴയ്ക്കുന്ന സമയത്ത് കാണുമ്പോൾ നമുക്ക് എടുത്തിടാം. അപ്പോൾ ഇതിൽ ചേർത്ത റവ കുറച്ച് കുറവായി തോന്നുന്നുണ്ടേ. അപ്പോൾ കുറച്ചും കൂടി റവ ചേർക്കാം കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും, ഇത് കുഴയ്ക്കുമ്പോൾ കുറച്ചൊരു ടൈറ്റ് മോഡൽ എത്തുന്നത് വരെ നമ്മൾ റവ ചേർത്തും കൊണ്ട് കുഴയ്ക്കണം. വെച്ചിട്ട് ഒരുപാട് ടൈറ്റ് വേണ്ട, ഞാൻ കാണിച്ചു തരാം. അപ്പോഴേ ഇതേപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഈവനിങ് സ്നാക്സിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ആ ഇഷ്ടം നിങ്ങൾ ലൈക്കിൻ്റെ രൂപത്തിൽ നമ്മളെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ചിരളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടടുത്താലാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മളെ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. പിന്നെ നല്ല നല്ല കമൻസ് എപ്പോഴും കിട്ടും പോലെ എല്ലാ വീഡിയോയ്ക്കും നല്ല നല്ല കമൻസാണ് ഉണ്ടാവാറ്. അപ്പോൾ അതേപോലെ ഈ ഒരു വീഡിയോയ്ക്കും നിങ്ങളെല്ലാം നല്ല കമൻസ് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോട് കൂടി ഇതാ നമ്മളെ മാവ് നല്ല സുന്ദര കുട്ടപ്പനായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിൽ വേണം കുഴച്ചെടുക്കാൻ കേട്ടോ. ഇവനിവിടെ നിൽക്കട്ടെ, അടുത്ത പണി ചെയ്യാം. ഗ്യാസ് ഇതാ കത്തി നിൽക്കണു. അടുപ്പത്തേക്ക് നമ്മൾ പാൻ വെച്ചെടുക്കുക. പാനിലേക്ക് ഇതാ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കര പാനി അരിച്ചൊഴിച്ചെടുക്കുകയാണ്. ഞാൻ 4 അച്ച് ശർക്കരയാണ് കേട്ടോ എടുത്തത്. അപ്പോൾ നമ്മൾ ഒഴിച്ചില്ല ശർക്കര പാനി. ഇപ്പോൾ ഇതാ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. ഒന്നങ്ങോട്ട് കുറുകി വരട്ടെ. ശർക്കര പാനി ഏകദേശം നന്നായിട്ട് പതഞ്ഞ് പൊങ്ങി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് നല്ലൊരു ടേസ്റ്റൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര കൂട്ടി ഏലക്കായ ഇങ്ങനെ പൊടിച്ച് വെച്ചേന്നു അതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. പെട്ടെന്ന് ഇളക്കാം. ഏലക്കായ ചേർത്തു. ഇനി നമ്മൾ നല്ല തേങ്ങ ചേർക്കണേ. അരമുറി തേങ്ങ എടുത്തേന്നു കേട്ടോ ഞാൻ. അത് ചിരകിയിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി അങ്ങോട്ട് വറ്റട്ടെ. ശർക്കരയും തേങ്ങയും ഇങ്ങനെ വഴറ്റുമ്പോഴേ ഇതൊരു ഭയങ്കര ഒരു നൊസ്റ്റാൾജിയ തരുന്നൊരു വാസന കേട്ടോ. എന്ത് ടേസ്റ്റുള്ളൊരു മണമാണ്. അപ്പോൾ ഇതാ ഏകദേശമൊക്കെ വറ്റി വരുന്നുണ്ട് അല്ലേ നമ്മളെ ഒരു ശർക്കരയും തേങ്ങയും കൂട്ട്. അപ്പോൾ ഇതിലേക്ക് ഞാനിതാ അണ്ടിപ്പരിപ്പാണ് കേട്ടോ. ഒരേ ഒരു സ്പൂണ് നെയ്യിൽ വറുത്ത് വെച്ചതാണ്. ആ നെയ്യോടൊക്കെ ചേർക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു സ്പൂണ് നെയ്യിൽ അണ്ടിപ്പരിപ്പ് വറുത്താൽ മതിയെന്നു. ഞാൻ അത് അപ്പം ചെയ്തില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ചെയ്തത്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇനി ഫസ്റ്റ് തന്നെ പാൻ വയ്ക്കുമ്പം ആദ്യം അണ്ടിപ്പരിപ്പ് അങ്ങോട്ട് വറുക്കുക. എന്നിട്ട് അതിലേക്ക് അങ്ങോട്ട് ഇട്ടാൽ മതി ശർക്കരയും തേങ്ങയൊക്കെ കേട്ടോ. എങ്ങനെയായാലും ഒരു കുഴപ്പമില്ല, ടേസ്റ്റൊക്കെ ഒരേപോലെ തന്നെ ആയിരിക്കും. ഇത്തിരിയും കൂടി ഒന്ന് വറ്റി വരട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഇതാ ചട്ടിയിൽ നിന്നൊക്കെ വിട്ട് ഇങ്ങനെ കിട്ടുന്ന ആ പരിവായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫാക്കട്ടെ. ഇനിയിപ്പോൾ ഇതാ അതേപോലെ ഒരു പ്ലേറ്റ് എടുക്കാം. ഇതിലേക്ക് പാകാക്കി ഇല വെട്ടിയെടുക്കാം. പ്ലേറ്റിൻ്റെ ഉള്ളിൽ അങ്ങോട്ട് വെച്ച് കൊടുക്കാം. കുറേ സമയമായിട്ട് റെസ്റ്റ് എടുത്ത് ഇതാ ഒരാൾ ഉറങ്ങിയോ? ഹലോ, നമുക്ക് ഇയാളെടുക്കട്ടോ. ഇയാളെടുത്തിട്ട് ഇതിനെ പകുതി ആക്കണേ. അപ്പോൾ കുറച്ച് ഭാഗത്തിന് മാത്രം നമുക്ക് ഇങ്ങനെ അങ്ങോട്ട് എടുക്കാം. ബാക്കി അവിടെ തന്നെ നിന്നോട്ടെ. നേരെ ഈ വാഴയിലേക്കാണ്ട് വെച്ച് കൊടുക്കാം. ഇനി ഇതാ കൈയൊന്ന് ജസ്റ്റ് നനച്ചു കൊടുക്കാം.
നന്നായിട്ട് ഈ ഇലയ്ക്ക് അങ്ങോട്ട് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗവും ഒരേ ലെവലാക്കി ഇങ്ങനെ പരത്തി കൊടുക്കാം കേട്ടോ. കുറേ നേരം ഇങ്ങനെ വെച്ചതുകൊണ്ടേ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമുക്കിങ്ങനെ പരത്തുമ്പോൾ തന്നെ അറിയാം അത്. ഇനി നല്ല ടേസ്റ്റായിട്ട് വരട്ടി വെച്ചിട്ടുള്ള ഈ ഒരു ഫില്ലിങ് അങ്ങോട്ട് എടുക്കാം. ഇതിൻ്റെ നടുകിലേക്ക് അങ്ങോട്ട് ഇട്ടെടുക്കാം. ഇങ്ങനെ ഇതാ മൊത്തമായിട്ട് കോരിയെടുത്തു. ഇതിലേക്ക് അങ്ങോട്ട് നിറച്ചു. ചൂട് കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, എന്നാലും ആ ഒരു കൈ കൊണ്ട് ഇങ്ങനെ എല്ലായിടത്തേക്കും ആക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, നന്നായിട്ട് നമ്മൾ പരത്തി വെച്ചു കേട്ടോ എല്ലാ ഭാഗത്തും. സെയിം വലുപ്പത്തിൽ ഇതാ ഒരു വാഴയിലയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഹാഫ് പോർഷനാക്കി മാറ്റി വെച്ചില്ലേന്നില്ല ആ മാവിനെ, അത് ഇതാ ഇതിലേക്ക് വെക്കാം, പരത്തി കൊടുക്കാം. അങ്ങനെ പരത്തിയെടുത്തതിനെ നേരെ എടുത്തിട്ട് നമ്മൾ ഈ ഒരു ഫില്ലിംഗ് ഇല്ലേ അതിൻ്റെ മുകളിലേക്കായിട്ട് ഇങ്ങനെ അമർത്തി അങ്ങോട്ട് ഒട്ടിച്ചു കൊടുക്കാം. അവസാനം സെറ്റ്. ഇനി അടുത്ത പണി. അടുത്തതായിട്ട് ഇഡ്ഡലി കുക്കർ എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഒരു തട്ട് വെച്ചെടുത്തിട്ട് അതിൽ വെള്ളം കൊഴിച്ചിന് കേട്ടോ. തട്ട് ഇതേപോലെ ഇങ്ങനെ ഇറക്കി കൊടുക്കാം. നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുള്ള ഈ ഒരു സാധനമല്ലേ അതിതാ ഇതിലേക്ക് ഇറക്കി കൊടുക്കാം. ഇനിയിപ്പോൾ എന്താ, അടച്ച് വെക്കാം. വേഗം നമുക്ക് പുഴുങ്ങിയെടുക്കണം. നന്നായിട്ട് അങ്ങോട്ട് വെന്തോട്ടെ കേട്ടോ. ഇതൊക്കെയാ പുതിയ മോഡലായില്ലേ. അതെ, അതിൻ്റെ മുകൾ ഭാഗത്തെ മൂടിയേ ചെറുതാണ്, അതായത് ഉള്ളിൽ വെച്ച പാത്രം കുറച്ച് വലുതാണ്. അപ്പോൾ ആവി മൊത്തത്തിൽ വരുന്നു. അതിൽ ഞാനൊരു പാത്രം എടുത്ത് കഴുത്തി അടച്ച് വെച്ചേക്കതാ. പക്ഷേ അവസ്ഥ അതേപോലെയൊക്കെ തന്നെയാണ്, ആവി വരുന്നുണ്ട്. എന്നാലും എങ്ങനെയെങ്കിലും ഒന്ന് വെന്ത് കിട്ടട്ടെ നമുക്ക്. അങ്ങനെ നമ്മളെ ദമ്മൊക്കെ എടുക്കാനായിട്ടുണ്ട് കേട്ടോ. ദമ്മിട്ട് വെച്ചിട്ടുള്ള ആവിയിൽ ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഐറ്റം പേരൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അടിപൊളിയായിട്ട് ഇങ്ങനെ ആവി വരുന്നോണ്ട് നിൽക്കുന്നുണ്ട് കണ്ടോ. ഈ ഒരു ഭാഗത്ത് കൂടെയാണ് ആവി പോണതേ. പാത്രം കുറച്ച് ചെറുതായാൽ മതിയൊന്നും കുഴപ്പമില്ല. എന്തായാലും വെന്തിട്ടുണ്ട്, നമുക്ക് വാങ്ങിയെടുക്കാം. ചൂട് ഈ ഭാഗത്തൊക്കെ ഇങ്ങനെ ആറി കിട്ടിയിട്ടുണ്ടേ. അപ്പോൾ ഇതാ ഞാനിങ്ങനെ ഇങ്ങനെ 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 എടുക്കുന്നുണ്ട്. കുറച്ചൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്, അതൊന്നും കുഴപ്പമില്ല. ഈ ഒരു നടുഭാഗമാണ് കേട്ടോ ഒട്ടിപ്പിടിച്ച്, എന്നാലും കുഴപ്പമില്ല. ഇനി നമുക്ക് അടിഭാഗത്തെ എല്ലാം കൂടി എടുക്കണ്ടേ. ഇനിതാ പാത്രം ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ കയറ്റി കൊടുക്കാം. അടിഭാഗത്തെ എല്ലാം നമുക്ക് എടുക്കാം. സൈഡൊക്കെ കണ്ടില്ലേ, നല്ല ശർക്കരയൊക്കെ ഇങ്ങനെ ഉരുകി ഒലിച്ച് നല്ല തേൻ പരുവത്തിൽ നിൽക്കുന്നുണ്ടല്ലേ. എന്നാൽ നമുക്ക് ഈ മുകൾ ഭാഗത്തെ ആ ഇലയും കൂടി അങ്ങനെ അങ്ങോട്ട് മാറ്റിയെടുക്കാം. വൗ, അടിപൊളി. അങ്ങനെ ഇതാ നമ്മളെ ഈ ഒരു പലഹാരം ഇതാ നല്ലോണം ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം. നല്ല വൃത്തിക്ക് ഇങ്ങനെ ഒരു കട്ടും കൂടി ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ആ ജ്യൂസി ആയിട്ട് ഇങ്ങനെ 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 വരുന്നുണ്ട് കേട്ടോ. ശർക്കരപ്പാനിയും ആ ഒരു എന്താ പറയുക, അതിൻ്റെ ഉള്ളിൽ നമ്മൾ നിറച്ചിട്ടുള്ള ആ ഒരു ഫില്ലിംഗ് ഇല്ലേ, അതിങ്ങോട്ട് വെന്തിട്ടേ നല്ലൊരു കഷ്ണം. അതേപോലെ നല്ല അടിപൊളിയായി നിൽക്കുന്ന ഒരു കഷ്ണം അതാ പാത്രത്തിലേക്ക് അങ്ങോട്ട് വെച്ചെടുക്കാം കേട്ടോ. വീണ്ടും നമ്മൾ കട്ട് ചെയ്ത് അങ്ങനെ എടുക്കുക. നല്ല ജ്യൂസി ആയിട്ട് ആ ഒരു ശർക്കരേൻ്റെ ഇത് തന്നെ വീണ്ടും വീണ്ടും എനിക്ക് പറയാനുള്ളത് കണ്ടോ. നല്ല ഒലിക്കുന്നുണ്ട് ഇങ്ങനെ ഇങ്ങനെ. ഇതിൻ്റെ മുകളിലേക്കായിട്ടാണ്ട് വെച്ച് കൊടുക്കാം. അങ്ങനെ മുകളിൽ അട്ടിക്കട്ടിക്കായിട്ട് അങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ. അങ്ങനെ മധുര കൊതിയന്മാരും കൊതിച്ചുകളൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ് കേട്ടത്. നല്ലൊരു സ്നാക്ക് തന്നെയാണ്. അണ്ടിപ്പരിപ്പൊക്കെ നോക്ക്, എന്താ ഇതിങ്ങനെ ഒലിക്കല്ലേ. തേനിലിങ്ങനെ കുളിച്ച് നിൽക്കാണ്, തേനിൽ കുളിച്ച് നിൽക്കണ പോലെ ഫില്ലായിക്കുണ്ട്. ഇതിങ്ങനെ കാണുമ്പോൾ ആർക്കായാലും ഒന്ന് കഴിച്ച് നോക്കാൻ തോന്നും. അതേ ഒരു മനോഭാവമാണ് ഇപ്പം എനിക്കുള്ളത്. ഞാനും കഴിക്കാം. നല്ല മറ്റേ ചുയിങ്കൊക്കെ കഴിക്കണ പോലെ ഉണ്ടല്ലേ. അതിൻ്റെ പുറത്തത്തെ ഭാഗം കുറച്ചിങ്ങനെ ഇങ്ങനെ ഇതായിട്ട്, അതായത് റവയും പഴമൊക്കെ വെച്ചിട്ടുള്ള പുറം ഭാഗത്തെ ഒരു അടേൻ്റെ ഒരു ടെക്സ്ചർ അല്ലേ. ഉൾഭാഗം നല്ല ലൂസ് അയക്കുക. അണ്ടിപ്പരിപ്പ് ഇതാക്കി എടുത്തോണ്ട് നല്ല രസം. ആകെ മൊത്തം ടോട്ടൽ എനിക്ക് ഇഷ്ടപ്പെട്ടോ. ഒരു വട്ടം കഴിച്ചവരൊന്നും പിന്നെ വിടുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനത്തെ റൈറ്റ് ആയിട്ടൊക്കെ തോന്നുന്നത്. ഒരു പ്രത്യേക ഫ്ലേവർ ഏലക്കായൊക്കെ ചേർത്തോണ്ട് അല്ലേ. ഉള്ളിലുള്ള ആ ജ്യൂസൊക്കെ പുറത്തേക്ക് ഇങ്ങനെ വന്നിട്ടുള്ള ആ ഭാഗം കഴിച്ചോട്ടോ.
ഒരു പഴത്തിന്റെ ഒരു ചെറിയൊരു പുളിപ്പും എല്ലാം കൂടിയിട്ട് ഒരു പ്രത്യേക ഒരു ഫ്ലേവർ തന്നെയാണ് കേട്ടോ അത് വരുന്നത്. സംഭവം പൊളിച്ച് വൈകുന്നേരം ഈവനിങ് സ്നാക്സ് ഒക്കെ ആയിട്ട് കൂട്ടാം. ഇതേപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കാം. ഇതിന്റെ ടേസ്റ്റ് നിങ്ങൾക്കും അറിയാം എന്തൊക്കെയാണുള്ളത്. ഇനി പോരായ്മകളോ ഇനി എന്താ കൂട്ടണോ കുറയ്ക്കണോ എന്തൊക്കെ ഉള്ളതൊക്കെ നിങ്ങൾക്ക് എഴുതാം. അതെ, എന്നിട്ട് അതേപോലെയൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നിങ്ങളായിട്ടുള്ള പരീക്ഷണങ്ങൾ അതും സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അരുൺ തന്നിട്ടുള്ള ഒരാള് എന്നോട് അന്വേഷണം പറയാൻ വന്നിട്ടുണ്ട്. താങ്ക് യു അരുൺ. കാരണം ഒരു വീഡിയോ ഇവിടെ അടുത്തിട്ടാണ് കണ്ടത്, എനിക്ക് വയ്യാത്ത വീഡിയോ അടുത്താണ് കണ്ടത് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ കമന്റ് ബോക്സിൽ എഴുതുന്നത് ഞങ്ങൾ രണ്ടാളും ഒരുമിച്ച് തന്നെയാണ് വായിക്കുന്നത്, റിപ്ലൈ തരുന്നതൊക്കെ കേട്ടോ. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ ചീരുള്ളി മീഡിയ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്ത് കാണുന്ന ഒരു ബെല്ലൈക്കണും കൂടി തൊട്ടെടുക്കുക. അപ്പോഴാണ് നമ്മളിടുന്ന നല്ല നല്ല വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അങ്ങനെ ലഭിക്കുള്ളൂ. അതുപോലെ ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ആ പേജും കൂടി ഒന്ന് ഫോളോ ചെയ്യണേ. അപ്പോൾ അതേപോലത്തെ നല്ല നല്ല വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റി വിഭവങ്ങളായിട്ട് വേഗം വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കുറേ ആൾക്കാർ കേട്ടോ. കുറേ ആൾക്കാർ ഞങ്ങൾ ചെയ്യണമൊക്കെ നോക്കി നിൽക്കണുണ്ട്. ഒരു കൈ അത് വന്നു, കൈ മാത്രമേ നിങ്ങൾ കാണുള്ളൂ.